കേരളം വീണ്ടും രാജ്യത്തിന് മാതൃകയാവുകയാണ്. ബാലാവകാശ കമ്മീഷൻ, യുവജന കമ്മീഷൻ, വനിതാ കമ്മീഷനൊക്കെ പോലെ വയോജന കമ്മീഷൻ വരുന്നു. അതിൻ്റെ ബില്ല് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വന്നു. മിനിസ്റ്റർ നമുക്കൊപ്പമുണ്ട്. എനിക്ക് തോന്നുന്നു രാജ്യത്ത് തന്നെ വേറെ ഇല്ല എന്ന് തോന്നുന്നു അല്ലേ? ഇപ്പോൾ 2030 ആകുമ്പോഴേക്കും ആകെ ജനസംഖ്യയിൽ 25% അതായത് ഏതാണ്ട് 1/4 വയോജനങ്ങളായിരിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. ആ അവസരത്തിൽ അവർക്ക് വേണ്ടുന്ന എല്ലാ പിന്തുണാ സംവിധാനങ്ങളും നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് വികസിത മുതലാളിത്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള അപമാനവീകരണം സാർവത്രികമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഉപയോഗിക്കൂ, വലിച്ചെറിയൂ എന്ന് ആഹ്വാനം ചെയ്യുന്ന ഡിസ്പോസിബിൾ സംസ്കാരമാണ് സാർവത്രികമായിട്ട് കണ്ടുവരുന്നത്. ഇന്ന് നമ്മൾ വലിച്ചെറിഞ്ഞാൽ നാളെ നമ്മളെയും വലിച്ചെറിയും എന്നൊരു തോന്നലില്ലാത്തതാണ് അതിനകത്തൊരു. അങ്ങനെ ഒരു തോന്നലില്ല. കാരണം ഇന്നത്തെ പ്രത്യേക പരിതസ്ഥിതിയിൽ ഇന്ന് ജീവിക്കുക എന്നുള്ളതാണ്. വർത്തമാനകാലത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. ഈ ഒരു മൊമെൻറ്റിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുക, ആ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും ആസ്വദിക്കുക എന്നുള്ള നിലയിലുള്ള കാഴ്ചപ്പാടുകളാണ് ബഹുഭൂരിപക്ഷത്തിനെയും നയിക്കുന്നത്. ഈ വയോജന കമ്മീഷൻ്റെ രൂപീകരണം സംബന്ധിച്ചൊരു ചർച്ച വന്നപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ എന്തും ചർച്ച ചെയ്യാമല്ലോ. അപ്പോൾ വരുന്നത് സാധാരണഗതിയിൽ പ്രായപരിധിയെ കഴിഞ്ഞു പോകുന്ന CPM നേതാക്കളുണ്ടല്ലോ, അവരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സംവിധാനമാണോ എന്ന് പോലും ചർച്ചകളുണ്ട്. എത്ര മോശമായിട്ടുള്ള ഒരു ചിന്താഗതിയുടെ ഭാഗമായിട്ടാണ് അത്തരം ചർച്ചകൾ വരുന്നത്. ഒരു കമ്മീഷൻ വളരെ പോസിറ്റീവായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി രൂപീകരിക്കപ്പെടുകയും ഇന്നത്തെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ വയോജനങ്ങൾ ശാരീരികമായും മാനസികമായും അതിക്രമങ്ങൾക്ക് വിധേയമാകുന്ന അനുഭവങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം ഒരു കമ്മീഷൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബോധ്യപ്പെടാത്തവർ ആരാണുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അത്തരം മനുഷ്യരുടെ പുണ്ണുപിടിച്ച ഒരു മാനസികാവസ്ഥയുടെ പ്രതിഫലനമായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയൂ. കമ്മീഷൻ്റെ സ്ട്രക്ചറിലേക്ക് വന്നാൽ ഒരു ചെയർപേഴ്സണും 4 അംഗങ്ങളും ആണ് എന്ന് തോന്നുന്നു. സ്വാഭാവികമായും മറ്റു കമ്മീഷനിലൊക്കെ പോലെ തന്നെ രാഷ്ട്രീയക്കാരായിരിക്കുമോ അതിനകത്ത് വരിക? ഒരിക്കലുമല്ല. ഇത് ഒരു അർദ്ധ ജുഡീഷ്യറി പവേഴ്സോട് കൂടിയാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത്. ഇനി ഇതിനെ തുടർന്ന് ചട്ടങ്ങൾ അതുമായി ബന്ധപ്പെട്ടത് തയ്യാറാക്കണം. തീർച്ചയായും നിയമപരമായിട്ടുള്ള പരിജ്ഞാനം കൂടിയുള്ള ആളുകളായിരിക്കണം അതുമായി ബന്ധപ്പെട്ട് നിയോഗിക്കേണ്ടത്. മിനിസ്റ്റർ, അതായത് റിട്ടയർഡ് ജസ്റ്റിസുമാർ അല്ലെങ്കിൽ ആ തരത്തിലാണ് ഈ 5 പേരെയും ഉദ്ദേശിക്കുന്നത്? 5 പേരും അങ്ങനെ ആവാൻ സാധിക്കില്ല. പക്ഷെ തീർച്ചയായിട്ടും ഈ കമ്മീഷന് നേതൃത്വം കൊടുക്കുന്നവർ അത്തരത്തിലുള്ള ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ളവരാകുന്നതാണ് അഭികാമ്യം. ഈ സ്വകാര്യ സർവകലാശാല കേരളത്തിലേക്ക് വരുമ്പോൾ നേരത്തെ ഇടതുപക്ഷം ശക്തമായി വിദ്യാഭ്യാസ മേഖലയിലെ സ്വാശ്രയ കോളേജുകളെയും സ്വകാര്യവൽക്കരണത്തെയും എതിർത്തതാണ്. അപ്പം വളരെ പെട്ടെന്ന് അങ്ങനെ ഒരു മാറ്റം വരുമ്പോൾ അതെങ്ങനെ ബോധ്യപ്പെടുത്താൻ പറ്റുമെന്നുള്ളതാണ്. ഇടതുപക്ഷ സമൂഹത്തെ എങ്ങനെ ബോധ്യപ്പെടുത്താൻ പറ്റും? അത് സർക്കാരിൻ്റെ ഭാഗത്ത് വിശദീകരിക്കുമ്പോൾ അതൊരു മാറ്റം അത് നല്ലതിന് വേണ്ടിയാണെങ്കിൽ പോലും അതെങ്ങനെ ബോധ്യപ്പെടുത്താൻ കഴിയും? അത് വെല്ലുവിളിയാണോ? വളരെ പെട്ടെന്നല്ലല്ലോ. ഇത് എത്രയോ കാലമായിട്ട് ചർച്ചയിലിരിക്കുന്ന കാര്യമാണ്. പത്രമാധ്യമ സുഹൃത്തുക്കൾ തന്നെ കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയ്ക്ക് എത്രയോ തവണ എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ് സ്വകാര്യ സർവകലാശാലയെക്കുറിച്ച്. ഇന്നിപ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സ്വകാര്യ സർവകലാശാലകളുണ്ട്. ഏതാണ്ട് 600ഓളം സ്വകാര്യ സർവകലാശാലകൾ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാർ ശാസ്ത്രം അനുസരിച്ച് പോകുന്ന ഒരു സർക്കാർ മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞ മുഴുവനാക്കട്ടെ സുഹൃത്തെ. ഇത് തന്നെയാണ് നിങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്. ഒരാശയം പറഞ്ഞ് മുഴുവനാക്കുന്നതിന് മുമ്പ് ഇടയിൽ കയറി നിങ്ങളുടെ ദിശയിലേക്ക് വലിച്ചു കൊണ്ടുപോകരുത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അനുദിനം വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ ഉൾക്കൊണ്ടു പോകാനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ട് തന്നെ സ്വകാര്യ മേഖലയ്ക്കും ഒരു ചെറിയ ഇടം നൽകുക എന്നുള്ളതാണ് സ്വകാര്യ സർവകലാശാലയുടെ ബില്ല് അവതരിപ്പിക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. നിലവിലെ സർക്കാർ സംവിധാനത്തിലുള്ള സർവകലാശാലകളെ ശാക്തീകരിച്ച് സ്വകാര്യ സംവിധാനങ്ങൾക്ക് ഇടം കൊടുക്കുന്നു എന്നത് കൃത്യമാണ്. അപ്പോഴും ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിന് അത് അനുകൂലമാണോ ഇല്ലയോ എന്നൊരു ചോദ്യമുണ്ട്. ഇടയ്ക്ക് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്നുണ്ട്, പാർട്ടിയും സർക്കാരും രണ്ടാണ്. പാർട്ടി നയം മുഴുവനായി സർക്കാർ സംവിധാനത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം ഇക്കാര്യത്തിലില്ലേ? അങ്ങനെ ഒരു പ്രശ്നവും ഇക്കാര്യത്തിലില്ല. പാർട്ടി നയം വളരെ സുവ്യക്തമാണ്. പാർട്ടി എന്താ പറഞ്ഞിട്ടുള്ളത്?
കൃത്യമായ സാമൂഹ്യ നിയന്ത്രണങ്ങളോടെ സ്വകാര്യ മൂലധനം ആവശ്യമുള്ള മേഖലകളിൽ അനുവദിക്കും എന്ന് തന്നെയാണ്. പാർട്ടി പരിപാടി എടുത്ത് വായിച്ചു നോക്കൂ. സ്ഥിരമായി വി സി ഇല്ലാത്ത, ഇത്രയും വി സിമാരില്ലാത്തൊരു കാലഘട്ടം എനിക്ക് തോന്നുന്നു ഉണ്ടായിട്ടുണ്ടാവില്ല. മുൻ ഗവർണറും സർക്കാരും തമ്മിലുള്ള പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലാണ് അങ്ങനെ സംഭവിച്ചത്. ആ പ്രശ്നങ്ങൾ പുതിയൊരു ഗവർണർ വന്നപ്പം മാറുമോ? ഇപ്പം മുമ്പുണ്ടായിരുന്ന ഗവർണറുടെ സമീപനമാണോ ഇപ്പോൾ ആർലേക്കർ നമ്മളോട് എടുക്കുന്നത്? മുൻപുണ്ടായിരുന്ന ഗവർണർ ചാൻസലറായി പ്രവർത്തിക്കവേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വളരെ സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള ചില സമീപനങ്ങൾ ഉണ്ടായിരുന്നു. തന്നെയല്ല, അദ്ദേഹം കൂടുതൽ വിശ്വസ്തനാണ് എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്താൻ ഉതകുന്ന നിലയിലുള്ള ചില നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. വളരെ പക്വതയോട് കൂടിയിട്ടുള്ള ഒന്നായിരുന്നു അത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പോഴത്തെ ഗവർണറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഞങ്ങളോട് അദ്ദേഹത്തെ ചെന്ന് സന്ദർശിച്ച വേളയിൽ വളരെ കോഡിയലായിട്ടാണ് അദ്ദേഹം പെരുമാറിയത്. ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് അനുവദിച്ചു തരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മുൻകാലത്ത് രാജ്ഭവനിൽ ചെല്ലുമ്പോൾ ഞങ്ങളുടെ അനുഭവം തീർത്തും വ്യത്യസ്തമായിരുന്നു. സംസ്ഥാനത്തെ മന്ത്രിമാരാണ് എന്ന നിലയിലുള്ള ഒരു അംഗീകാരം പോലും തരാതെ വലിയ ഒരു ഫ്യൂഡൽ മനോഭാവത്തോടു കൂടി തന്നെയാണ് മുൻ ഗവർണർ സംസാരിച്ചിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞങ്ങളെ കേൾക്കാൻ തയ്യാറാണ് ഇപ്പോഴത്തെ ഗവർണർ എന്നുള്ളത് ഒരു പോസിറ്റീവായ കാര്യമായിട്ട് ഞാൻ കാണുന്നു. അദ്ദേഹത്തിനും വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളൊക്കെ ഉണ്ട്. പക്ഷേ പരസ്പരം കേൾക്കാനും മനസ്സിലാക്കാനും ആ മ്യൂച്വൽ റെസ്പെക്റ്റിൻ്റെ തലത്തിലേക്ക് വരാൻ അദ്ദേഹം സംഭാഷണങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവായ കാര്യമായിട്ട് ഞാൻ കരുതാണ്. ഈ കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് സർവകലാശാലയിൽ എത്തിയപ്പോൾ ഗവർണർ അർലേക്കർ അവിടെ ഒരു പ്രസംഗം നടത്തി. അതിൽ പറഞ്ഞത് ഈ സവർക്കറുമായി ബന്ധപ്പെട്ട് അവിടെ SFI ഉയർത്തിയ ബാനറിലുള്ള ഒരു എതിർപ്പാണ്. സവർക്കർ ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. SFI സവർക്കറെയല്ല ആവശ്യം, ഒരു ചാൻസലറെയാണ് ആവശ്യം എന്ന ബാനറിനെ പരാമർശിച്ചുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നീട് ആ പരിപാടി കഴിഞ്ഞ് പുറത്തേക്ക് ഈ ചാൻസലറായ ഗവർണർ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ബാനർ അവിടെ നിന്ന് സർവകലാശാല അധികൃതർ എടുത്തു മാറ്റുകയും ചെയ്തു. അപ്പോൾ ഈ വന്ന് ആദ്യ സർവകലാശാലയുടെ തുടക്കത്തിലുള്ള പരിപാടികളിൽ തന്നെ ഇങ്ങനെ ഒരു പരാമർശം നടത്തുമ്പോൾ കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യം ഗവർണർക്ക് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ബാനർ നേരത്തെ വെച്ചിട്ടുള്ളതാണെന്നാണ് ഞാൻ കരുതുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ സന്ദർശിക്കുന്ന സമയത്ത് കുട്ടികൾ വെച്ച ഒരു ബാനറാണ് അത് എന്നാണ് ഞാൻ കരുതുന്നത്. അതിനെക്കുറിച്ച് കൃത്യതയോടെ അന്വേഷിക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. എന്തായാലും ഇന്നലെ ചാൻസലർ, അതായത് ഗവർണർ, അവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ നിലപാടാണ്. നിങ്ങൾ തന്നെ പറഞ്ഞതുപോലെ നന്നേ ചെറുപ്പം മുതൽ അദ്ദേഹം വളർന്നിട്ടുള്ള ആ ഹിന്ദു വർഗീയവാദപരമായ നിലപാടുകളുള്ള RSSൻ്റെ പ്രത്യയശാസ്ത്രത്തിന്മേൽ നിന്നുകൊണ്ടുള്ള ഒരു കുടുംബാന്തരീക്ഷത്തിലാണ് അദ്ദേഹം വളർന്നു വരുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ തന്നെ RSSൻ്റെ പ്രവർത്തകനായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു കുട്ടിക്കാലം മുതൽ തന്നെ RSSൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു താൻ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരാളുടെ വ്യക്തിത്വം പരുവപ്പെടുന്ന ഘട്ടത്തിൽ അദ്ദേഹം സ്വാംശീകരിച്ചിട്ടുള്ള ആശയങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ സവർക്കർ ചിലപ്പോൾ അങ്ങനെയായിരിക്കാം. പക്ഷേ SFIയുടെ നിലപാട് വ്യത്യസ്തമാണ്. സവർക്കർ ഒരു സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടുള്ള ആളായിട്ടാണ് SFI കണ്ടിട്ടുള്ളത്. ആ കാഴ്ചപ്പാട് തന്നെയാണ് CPIM-നും ആ കാര്യത്തിലുള്ളത്. പക്ഷേ അതൊരു യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ ഒരു പരിപാടി പറയുന്നതിലൊരു പ്രശ്നമില്ലേ മിനിസ്റ്ററെ? നമ്മൾ എത്ര തന്നെ ആണെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് ബോധ്യമുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ നമുക്ക് അതിനെക്കുറിച്ച് വേറെ കമൻ്റൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനെ ക്രിട്ടിക്കലായിട്ട് മനസ്സിലാക്കാനുള്ള കെൽപ്പ് നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിനുണ്ട്. ക്രിട്ടിക്കൽ തിങ്കിങ് നന്നായി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ പഠനം നിർവഹിക്കപ്പെടുന്നത്. തന്നെയല്ല, സവർക്കറെ കുറിച്ചും RSSൻ്റെ ചരിത്രം പഠിപ്പിക്കുമ്പോൾ നമ്മുടെ അധ്യാപകർ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് വസ്തുതാപരമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള നല്ല ശേഷി ആർജിക്കാനുള്ള സാഹചര്യം അവരുടെ സ്കൂൾ പഠനകാലം മുതൽ ലഭിക്കുന്നുണ്ട്. മിനിസ്റ്ററെ ശരിക്ക് പൊതിഞ്ഞു വിമർശിക്കുന്നത് ഒരുപക്ഷെ മുമ്പത്തെ ഗവർണറുമായിട്ട് നേരിട്ടുള്ള അടിയായിരുന്നു.
ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോണ്ടെന്ന് കൂടിയാണെന്ന് കരുതി നമ്മൾ അങ്ങനെ വിശ്വസിക്കുകയാണ്. അങ്ങനെയൊന്നും വിശ്വസിക്കണ്ട. നമ്മൾ ആവശ്യത്തിനല്ലേ പറയണ്ടു. അല്ലാതെ ഒരാള് RSS ആണോ, അയാളുടെ രാഷ്ട്രീയ പശ്ചാത്തലം ഇന്നതാണ് എന്ന് കണ്ടുകൊണ്ട് അങ്ങോട്ട് കയറി ആക്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോ ഒരാളുടെ സമീപനത്തിനനുസരിച്ചാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. സമീപകാലത്ത് വന്നൊരു വിവാദം ആശാപ്രവർത്തകരുടെ സമരമാണ്. അതിനെക്കുറിച്ച് മന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന വലിയ തോതിൽ വിവാദമായിട്ടുണ്ട്. ഈ സുരേഷ് ഗോപി വന്നപ്പോൾ മണിമുറ്റത്ത് പാട്ട് പാടിയില്ലേ എന്നൊക്കെ ഒരു ചോദ്യവും. ആ സമരത്തെ അവസാനിപ്പിക്കേണ്ടതല്ലേ? ഒന്ന്, ഈ സുരേഷ് ഗോപിയുടെ അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം വലിയ വിമർശനങ്ങൾ ആശാ വർക്കേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവാൻ സാഹചര്യമൊരുക്കി. അതിനെങ്ങനെ കാണുന്നു? ഞാനൊരാളാണോ അവരുടെ ആ പ്രവൃത്തിയെ വിമർശിച്ചത്? ഞാൻ ആശാ വർക്കേഴ്സിനോട് വളരെ അനുഭാവത്തോടു കൂടിയാണ് സംസാരിച്ചത്. ആ സംസാരം മുഴുവനായിട്ട് കാണിക്കാതെ അതിലൊരു ഭാഗം മാത്രം പ്രത്യേകമായി അടർത്തിയെടുത്ത് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അവരുടെ നിർദ്ദിഷ്ട അജണ്ട നടപ്പാക്കാനുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആശാ പ്രവർത്തകരോടൊപ്പം അവരുടെ എല്ലാ സ്ട്രഗിൾസിലും ഉണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ. അഖിലേന്ത്യാ തലത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റാണ് ആശാ വർക്കേഴ്സിൻ്റെ കാര്യത്തിലായാലും അംഗൻവാടി വർക്കേഴ്സിൻ്റെ കാര്യത്തിലായാലും ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നുകൊണ്ട് ആ അവസരം സൃഷ്ടിക്കുന്നത് കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ അവർക്ക് ഓണറേറിയം നിശ്ചയിക്കുന്നതും ഇൻസെൻറ്റീവ് നിശ്ചയിക്കുന്നതുമൊക്കെ അതിൻ്റെ അളവ് നിശ്ചയിക്കുന്നത് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വോളണ്ടിയേഴ്സായിട്ടാണ് അവർ വരുന്നത്. കേന്ദ്ര ഗവൺമെൻറ് ആകട്ടെ അവരെ തൊഴിലാളികളെ ആയിട്ട് അല്ല വിഭാവനം ചെയ്തിട്ടുള്ളത്, സന്നദ്ധ പ്രവർത്തകർ വോളണ്ടിയേഴ്സ് എന്ന നിലയിലാണ്. കേരളത്തിൽ UDF അധികാരത്തിലിരിക്കുമ്പോൾ 1000 രൂപയായിരുന്നു അവർക്ക് ഓണറേറിയം. ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 7000 രൂപയാണ് അവർക്ക് ഓണറേറിയം ലഭിച്ചിട്ടുള്ളത്. 7 മടങ്ങ് വർദ്ധിപ്പിച്ച ഒരു ഗവൺമെൻറ്റാണ് LDF ഗവൺമെൻറ്. ആശമാരോട് ഇത്രമാത്രം അനുഭാവപൂർണ്ണം ആയിട്ട് വേറെ ഒരു ഗവൺമെൻറ് സംവിധാനവും പെരുമാറില്ല എന്ന ഉറപ്പ് 45 വർഷക്കാലത്തെ പൊതുജീവിതത്തിൻ്റെ ഭാഗമായിട്ട് എനിക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രിയപ്പെട്ട ആശാ സഹോദരിമാരോട് BJPയുടെ കയ്യിലെ ചട്ടുകമായി മാറരുത് എന്നുള്ള അഭ്യർത്ഥന ഞാൻ മുന്നോട്ട് വെച്ചത്. അത് മുഴുവനും കാണിക്കാതെ അതിൽ നിന്ന് ഒരു കാര്യം ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? നല്ല പോരാട്ട വീര്യമുള്ള സമര പോരാളികളാണല്ലോ അവർ. ഈ വീണ ജോർജിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നു എന്ന ഒരു പരാതി ഉണ്ടല്ലോ, അതിനെ മിനിസ്റ്റർ എങ്ങനെ കാണുന്നു? മിനിസ്റ്റർക്കൊപ്പം ഇരിക്കുന്ന ഒരു വനിതാ മന്ത്രിയാണ്. ആ വനിതയായതുകൊണ്ട് ആ നിലയിലൊരു ആക്രമണം ഉണ്ട് എന്ന് കാണുന്നുണ്ടോ? അതെ, വനിതകളായതുകൊണ്ട് പ്രത്യേകമായ ആക്രമണത്തിന് വീണ മാത്രമല്ല ഞങ്ങളെല്ലാവരും വിധേയരാണ്. പൊതുമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ത്രീകളെയും ഇങ്ങനെ ആക്രമിക്കുക എന്നുള്ളത് പുരുഷ മേധാവിത്വ സമൂഹത്തിൽ ഉണ്ടാകുന്നു. ഇപ്പോൾ വീണ ജോർജിന് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട്. അതിൽ വലിയ ഖേദമുണ്ട്. കാരണം ഞാനായാലും അവരായാലും വളരെയധികം കഠിനാധ്വാനം ചെയ്ത് തന്നെയാണ് ഞങ്ങളുടെ മന്ത്രി എന്നുള്ള ചുമതല നിർവഹിക്കുന്നത്. 18 മണിക്കൂർ ശരാശരി ഒരു ദിവസം ഞങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്. നിരന്തര യാത്രകൾ ചെയ്യുന്നുണ്ട്. പല പല മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതൊക്കെ മന്ത്രിമാർ ചെയ്യേണ്ട ചുമതല തന്നെയാണ്. പക്ഷേ അത് കൃത്യമായി നിർവഹിച്ചുകൊണ്ട് ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഞങ്ങളുടെ ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തോട് നീതി പുലർത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവർ എന്ന നിലയിൽ ഞങ്ങളൊക്കെ ഈ അധികാരത്തിൻ്റെ ശീതളഛായയിൽ ഇങ്ങനെ ഇരിക്കുന്നവരാണ് എന്നൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് ആക്രമണങ്ങൾ കെട്ടഴിച്ചു വിടുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം ഈ വീണ ജോർജ് ഉപയോഗിച്ച ബാഗിനെ ചുറ്റിപ്പറ്റി വിവാദം, അതൊക്കെ എത്ര ബാലിശമായിട്ടുള്ള വാദങ്ങളാണ്. 35,000 രൂപ 40,000 രൂപ വിലയുണ്ട്. അതെങ്ങനെയാണ് മിനിസ്റ്റർ? ഇവിടെ പുരുഷന്മാരായിട്ടുള്ള വിവിധ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന നേതാക്കളും ഉണ്ടല്ലോ, അവരുടെ ഉടുപുടവകളുടെയും ബാഗിൻ്റെയൊക്കെ കണക്ക് ഇവിടെ ആരെങ്കിലും ഉദ്ധരിക്കുന്നുണ്ടോ? അതൊക്കെ വളരെ ഹീനമായിട്ടുള്ള സ്ത്രീവിരുദ്ധ ചിന്താഗതിയുടെ ഭാഗമായിട്ട് കൂടി നമുക്ക് കാണാൻ സാധിക്കൂ. മിനിസ്റ്റർ, ഈ ഔദ്യോഗിക കാര്യങ്ങൾ മാറ്റി സംഘടനാ ജീവിതത്തിലേക്ക് വന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണിത്. CPM-ൻ്റെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അതിനെ എങ്ങനെയാണ് കാണുന്നത് മിനിസ്റ്റർ? അത് കാലാകാലങ്ങളിൽ പാർട്ടി ഏൽപ്പിച്ച എല്ലാ ചുമതലകളും എൻ്റെ കഴിവിൻ്റെ പരമാവധി കഠിനാധ്വാനം ചെയ്ത് കൃത്യമായിട്ട് നിർവഹിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ആദ്യം മുതൽ തന്നെ അത് തിരിച്ചറിയുന്ന പാർട്ടി സംവിധാനമാണ് എനിക്ക് ഉള്ളത്.
നല്ല രീതിയിൽ എൻ്റെ പ്രവർത്തനങ്ങൾക്ക് ദിശാബോധം പകരാൻ പാർട്ടി നേതൃത്വം എക്കാലത്ത് ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലായിരിക്കും ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾക്കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോഴും ആ പ്രവർത്തന രീതി തുടരുമെന്ന് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വകുപ്പിനെ കുറിച്ച് സംസാരിച്ചു, സമൂഹത്തെക്കുറിച്ച് സംസാരിച്ചു, അല്പം രാഷ്ട്രീയവും പറഞ്ഞു. എന്തായാലും താങ്ക് യു. വളരെ നന്ദി. ഇടയ്ക്ക് അങ്ങനെ ചില അവസരങ്ങൾ കിട്ടുമ്പോൾ കുറച്ച് സത്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. നിങ്ങൾ എത്ര മൂടി വച്ചാലും അതിൽ കുറച്ചെങ്കിലും കാണിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അത് സന്തോഷം.